ഹലോ, അസ്സലാമു അലൈക്കും ഉസ്താദെ. എന്തുള്ള വിശേഷങ്ങൾ, സുഖങ്ങളൊക്കെ തന്നെ? ഈ ദുബൈയിലോ മറ്റോ നൂറാം വാർഷികമായിട്ട് ബന്ധപ്പെട്ട് ഗ്ലോബൽ മീറ്റില്ലേ, 1-ാം തീയതി ഉസ്താദ് വരുന്നുണ്ടോ? അപ്പോൾ ഏതായാലും ദുബൈ കൂടെ പോകാമെന്ന് വിചാരിച്ചത്. ഓക്കെ, നിങ്ങളെ പരിപാടിയെല്ലാം ഭംഗിയായി അള്ളാഹു ഖൈറും നടത്തി തരാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും. അതിൽ നമ്മളെ പാണക്കാട് തങ്ങന്മാരും പങ്കെടുക്കുന്നില്ല, ആരുമില്ല കേട്ടോ. അതുപോലെ വിഷയമൊക്കെ തീർന്നിട്ട് പോകാന്നുള്ളിടത്താണ് കേട്ടോ സുഫിയാജി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമ അത് ഇലാഹിയായ പ്രസ്ഥാനമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല. ദിനം പ്രതി അതിങ്ങനെ പുലർന്നുകൊണ്ടിരിക്കുകയാണ്. മോന്തിയും കയറ്റി പൊടിച്ച് മൂലയ്ക്ക് ഇരുന്നിരുന്ന ആൾക്കാരൊക്കെ പ്ലീസ് എന്ന് പറയേണ്ടി വരും. നമ്മക്കതിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. നമ്മൾ അന്നേ പറഞ്ഞതാണ്, കുട്ടികളെ ഇത് സമസ്തയാണ്, നിങ്ങൾ വിചാരിച്ച മാതിരിയുള്ള സംഗതി അല്ലത്, ഇതിൻ്റെ ഒപ്പം കൂടിക്കോളെ. ആ ബഹുമാനപ്പെട്ട ഉമർ വൈശി പറഞ്ഞില്ലേ, കൻആനിങ്ങളെ ഈ കപ്പൽ കയറിക്കോളീൻ. അത് ശരിക്ക് ഉൾക്കൊണ്ടുക്കണം. കൻആനിങ്ങളൊക്കെ ഈ കപ്പലിൽ കയറി, ഇതാ കപ്പൽ പുറപ്പെട്ട് കഴിഞ്ഞു. ചിലവരൊക്കെ ബോട്ട് കയറിയിട്ട് പൗതിക്കന്ന് കയറുമ്പോൾ തൂങ്ങുന്നുണ്ട്. സന്തോഷമേ ഉള്ളൂ കേട്ടോ, സന്തോഷമേ ഉള്ളൂ. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. സമസ്തയോടൊപ്പം നിന്നാൽ ദാ കപ്പൽ പുറപ്പെട്ടു കുട്ടികളെ, കപ്പൽ പുറപ്പെട്ടു. നിങ്ങളൊന്നും ബേജാർ വിചാരിച്ചണ്ട. സമസ്ത അത് ചെയ്യാൻ തന്നെ, അത് ഇലാഹിയായ പ്രസ്ഥാനം തന്നെ. ബഹുമാനപ്പെട്ട ഉമർ വൈസി ഉസ്താദ് പറഞ്ഞതുപോലെ കപ്പൽ പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർ ചാടിക്കയറുന്നുണ്ട്. എല്ലാവരും വന്നോളൂ, ഈ കപ്പലിൽ എല്ലാവർക്കും കയറാം, എല്ലാവരും കൊണ്ടുപോകും. ഈ കപ്പൽ കയറണമെന്ന് മാത്രം. എല്ലാവരും കയറും. അള്ളാഹു സമസ്തയോടൊപ്പം നമ്മൾ അടിയുറച്ച് നിർത്തട്ടെ.